നമസ്കാരം. എന്റെ ഭരണത്തിലെ ആദ്യ 10 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. പാകിസ്ഥാനും ഇന്ത്യയുമായി ആണവ യുദ്ധം ഉണ്ടാകുമായിരുന്നു. ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പാക് പ്രധാനമന്ത്രി അടക്കം 35 മില്യൺ ജനങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു. ഇത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പാകിസ്ഥാനോട് കൊടുത്ത തിരിച്ചടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പാക് പ്രധാനമന്ത്രി മരിക്കുമായിരുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ തുറന്നു പറയുകയാണ്. US കോൺഗ്രസിന്റെ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാന്തരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും ദീർഘകാലവുമായ സംഘർഷങ്ങളിൽ ഒന്നായി തുടരുകയാണ്. 1947 വിഭജനത്തോടെ രൂപം കൊണ്ട ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ ഉടൻ തന്നെ അതിർത്തി പ്രശ്നങ്ങളും പ്രത്യേകിച്ച് കശ്മീർ വിഷയവും ഉയർന്നു. വിഭജന കാലത്തുണ്ടായ വംശീയ കലാപങ്ങളും അക്രമവും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള അവിശ്വാസം സൃഷ്ടിച്ചു. അതിനുശേഷം 1947, 48, 1965, 1971 എന്നീ യുദ്ധങ്ങളും നിരവധി അതിർത്തി ഏറ്റുമുട്ടലുകളും സംഭവിച്ചു. 1999 കാർഗിൽ സംഘർഷം ആണവായുധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയതിന്റെ ഉദാഹരണമായി ലോക ശ്രദ്ധ നേടി. 1998 ഇരു രാജ്യങ്ങളും നടത്തിയ ആണവ പരീക്ഷണങ്ങൾ പ്രശ്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഗൗരവമുള്ളതാക്കി. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഇടപെടലുകൾ എന്ന പൊള്ളയായ വാക്കുകൾ പലപ്പോഴും ശ്രദ്ധേയമാകുന്നത്. അമേരിക്ക ചരിത്രപരമായി ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുള്ള ശക്തിയാണെന്നതിൽ സംശയമില്ല. വിവിധ ഘട്ടങ്ങളിൽ മധ്യസ്ഥതയ്ക്ക് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ സാധാരണയായി പ്രശ്നങ്ങൾ ദ്വിപക്ഷ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് കൈക്കൊണ്ടിട്ടില്ല. പാകിസ്ഥാൻ പലപ്പോഴും അന്താരാഷ്ട്ര ഇടപെടലിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിന്റെ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ താൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടുമായിരുന്നുവെന്ന് പരാമർശിച്ചതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ അമേരിക്ക ബന്ധം പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആഗോള വേദികളിൽ കൂടുതൽ സജീവമായ പങ്ക് വഹിക്കുന്നതായി നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു. ഇന്ത്യ തീവ്രവാദ വിരുദ്ധ നിലപാട് ശക്തമായി ഉന്നയിക്കുകയും അതിർത്തി മുറിച്ചു കടന്നുള്ള ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. മറുവശത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയും കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷാ ആശങ്കകളെ മുൻനിർത്തിയാണ് നിലപാടുകൾ കൈക്കൊള്ളുന്നത്. അമേരിക്കയുടെ സമീപനം പലപ്പോഴും തുലാസിൽ എന്നതുപോലെയാണ്. ഒരു വശത്ത് ഇന്ത്യയുമായി തന്ത്രപ്രധാന കൂട്ടുകെട്ട് വളർത്തിയെടുക്കുന്നതിനൊപ്പം മറുവശത്ത് പാകിസ്ഥാനുമായുള്ള സുരക്ഷാ സഹകരണം അമേരിക്ക നിലനിർത്തിയിട്ടുമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പോലുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്ര പ്രാധാന്യം അമേരിക്കയ്ക്ക് നിർണായകമായിരുന്നു. അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഇൻഡോ പസഫിക് മേഖലയിൽ അതിന്റെ പ്രാധാന്യവും അമേരിക്കൻ നയത്തിൽ നിർണായക ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാട് എന്തു തന്നെയായാലും ആണവായുധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആഗോള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇത്തരം സാഹചര്യങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടാൻ ശ്രമിക്കാറുമുണ്ട്. എന്നിരുന്നാലും ദീർഘകാല സമാധാനം നേടാൻ വിശ്വാസ നിർമ്മാണ നടപടികളും സ്ഥിരതയുള്ള ദ്വിപക്ഷ സംഭാഷണവുമാണ് കൂടുതൽ ഫലപ്രദമെന്ന വിലയിരുത്തലുകൾ വാസ്തവമാണ്. താൽക്കാലിക രാഷ്ട്രീയ പ്രസ്താവനകളെക്കാൾ സ്ഥിരതയുള്ള നയതന്ത്ര ഇടപെടലുകൾക്കാണ് ദീർഘകാല പ്രാധാന്യം. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ചരിത്രം, ദേശീയത, മതപരമായ തിരിച്ചറിവുകൾ, ഭൗമരാഷ്ട്രീയം എന്നിവയുടെ കൂടിച്ചേരലാണ്. ഏത് രാജ്യത്തെയും അനുകൂലിച്ചോ എതിർത്തോ കാണുന്നതിനേക്കാൾ ദക്ഷിണേഷ്യയിലെ സമാധാനവും സ്ഥിരതയും ആഗോള സമാധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നതാണ് പ്രധാനപ്പെട്ടത്. അതിനാൽ തന്നെ എല്ലാ പങ്കാളികളും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അടിച്ചാൽ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവും ബോധവും ട്രംപിന്റെ വാക്കുകളിലൂടെ ഒന്നുകൂടി ലോകത്തിന് ശക്തമാകുമ്പോൾ അല്ലെങ്കിൽ വ്യക്തമാകുമ്പോൾ മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ അനുസരിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യമായി മാറിയെന്നതിന്റെ മറ്റൊരു ഉറപ്പുകൂടി ആവുകയാണ് ആ വാക്കുകൾ.